തഥൈവ സാത്വികി പാർത്ഥൈ പൂജിതശ്ചാഭിവന്ദിത നിഷസാദാസനേന്യേ ച പൂജിതാഃ പര്യുപാസത പൃഥാം സമാഗത്യ കൃതാഭിവാദനസ്തയാദിഹാർദ ആർദ്രദിശാഭിരംഭിത ആപൃഷ്ടവാം സ്തം കുശലം സഹസ്നുഷം വിദൃശ്വസാരം പരിപൃഷ്ടബാന്ധവഃ തമാഹ പ്രേമവൈക്ലവിരുദ്ധകണ്ഠാശ്ലോചന സ്മരന്തി താൻ ബഹൂൻ ക്ലേശൻ ക്ലേശപായാൽപദർശനം തദൈവ കുശലം നോ ഭൂത്സനാഥാസ്തേ കൃതാ വയം ജ്ഞാതീന്ന സ്മൃതാ കൃഷ്ണ ഭ്രാതാ മേ പ്രേഷിതസ്ത്വയാ നതേസ്തി സ്വപരഭ്രാന്തി വിശ്വസ്യ സുഹൃദാത്മന തഥാപി സ്മരതാം ശശ്വൽക്ലേശാൻ ഹംസി ഹൃദി സ്ഥിതഃ യുധിഷ്ഠിര ഉവാച കിം ന ആചരിതം ശ്രയോ ന വേദാഹമധീശ്വര യോഗേശ്വരാണം ദുർദരിശോ എന്നോ ദിഷ്ടക്കുമേധസ ഇതി വൈവാർഷികാന്മാസൻ രാജ്ഞസോഭ്യർത്ഥിത സുഖം ജനയൻ നയനാനന്ദമിന്ദ്രപ്രസ്ഥൗകസാം വിഭൂ ഏകദാ രഥമാരുഹ്യ വിജയവാനിരധ്വജം ഗാണ്ഡീവം ധനുരാധായ തൂണൗ ച അക്ഷയസായകൗ സാഗം കൃഷ്ണേന സന്നദ്ധോ വിഹർത്തും വിപിനം വനം ബഹുവ്യാളമൃഗാകീർണം പ്രാവിശൽ പരവീരഃ തത്രാവിധ്യച്ഛരൈർവ്യാഘ്രാൻ സൂകരാൻ മഹിഷാൻ രുരൂൻ ശരഭാൻ ഗവയാൻ ഖഡ്ഗാൻ ഹരിണാൻ ശശല്ലകാൻ താൻ നിന്യുക്കിങ്കരാരെ രാജ്ഞി മേധ്യാൻ പർവണ്യുപാഗതെ തൃപ്പരീത പരിശ്രാന്തോ ബീഭൽസുര്യമുനാമകാൽ തത്രോപസ്പൃശ്യ വിശദം പീത്വ വാരിമഹാരഥൗ കൃഷ്ണൗ ദദൃശതു കന്യാം ചരന്തീം ചാരുദർശനാം താമാസാദ്യവരാരോഹം സുദ്ധിജാം രുചിരാനനാം പപ്രച്ഛ പ്രേഷിതസഖ്യാ ഫാൽഗുനപ്രമദോത്തമാം കാ ത്വം കസ്യാസി സുശ്രോണി കുതോസി കിം ചികീർഷസി മന്യേ ത്വാംപതിമിച്ഛന്തീം സർവം കഥയ ശോഭനേ കാളിന്ദിവാച അഹം ദേവസ്യ സവിദുർദുഹിതാവതിമിച്ഛതി വിഷ്ണു വരേണ്യം വരതം തവ പരമമാസ്ഥിത നാന്യം പതിം വൃണേ വീരാതമൃതേ ശ്രീനികേതനം തുഷ്യതാമേ സ ഭഗവാൻ മുകുന്ദോനാഥ സംശ്രയ കാളിന്ദീതി സമാഖ്യാതവസാമി യമുനാജലേ നിർമ്മിതേ ഭവനേ പിത്രയാവത് അച്യുത ദർശനം തഥാവതൽ കുടാകേശവാസുദേവായ സോപിതാം രഥമാരോപ്യ തദ്വിദ്വൻ ധർമ്മരാജോപാഗമൽ യദൈവ കൃഷ്ണ സന്തിഷ്ട പാർത്ഥാനം പരമാത്ഭുതം കാരയാമാസ നഗരം വിചിത്രം വിശ്വകർമ്മണ ഭഗവാൻ തത്ര നിവസൻ സ്വാനാം പ്രിയ ചികീർഷയ അഗ്നയ ഖാണ്ഡവം ദാതും അർജുനസ്യാസസാരഥി സോഗ്നിസ്തുഷ്ടോ ധനുരഥാധ്യാൻ ഛേദാൻ രഥം നൃപ അർജുനായ അക്ഷയൗ തൂണ ഉർമജാഭേദ്യമസ്ത്രിഭി മയശ്ച മോചിതോ വന്യേ സഭാം സഖ്യൗപാഹരൽ യസ്മിൻ ദുര്യോധനസ്യാസി ജലസ്ഥലദൃശിഭ്രമഃ സ തേന സമനുജ്ഞാതഃ സുഹൃദ്ഭിശ്ചാനുമോദിത ആയയൗ ദ്വാരകാം ഭൂയഃ സാത്വികി പ്രമുഖൈർവൃതഃ അധോപേമേ കാളിന്ദീം സുപുണ്യർത്തൃക്ഷൂർജിതേ വിതന്നുൻ പരമാനന്ദം സ്വാനാം പരമമംഗളം വിന്ദാനുവിന്ദാവാവന്ത്യ ദുര്യോധനവശാനുഗൗ സ്വയംവരേ സ്വഭഗിനി കൃഷ്ണേ സക്കതാം നിഷേധതാം രാജാധിദേവ്യാസ്തനയാ മിത്രവിന്ദാം പിതൃശ്വസോ പ്രസഹ്യ ഹൃദവാൻ കൃഷ്ണരാജരാജ്ഞാം പ്രപശ്യതാം നാഗ്നജി നാമ കൗസല്യാസി രാജാതിധാർമ്മിക തസ്യ സത്യാഭവൽ കന്യാദേവി നാഗ്നജിതി നൃപ നതാം ശേകുർനൃപവോഢുമജിത്വാ സപ്തഗോവൃഷാൻ തീക്ഷ്ണശൃംഗാൻ സുദുർധരിഷൻ വീരഗന്ധാസഹാൻ ഖലാൻ താം ശ്രുത്വാ വൃഷജിലഭ്യം ഭഗവാൻ സാത്വതാം പതി ജഗാമ കൗസല്യപുരം സൈന്യേന മഹതാവൃത സ കൗസലപതി പ്രീത പ്രത്യുത്ഥാനാസനാദിഭി അരിഹണേനാഭി ഗുരുണാ പൂജയൻ പ്രതിനന്ദിത വരം വിലോക്യാഭിമതം സമാഗതം നരേന്ദ്രകന്യാചകമേ രമാപതി ഭൂയാദയമ്യ പതിരാശിഷോമലാഹ കരോതു സത്യ ഇതി മേ ധൃതോ വ്രതൈ യൽപാദപങ്കജരജ ശിരസാ ബിഭർത്തി ശ്രീരബ്ജജ സഗിരിശ സഹ ലോകപാലൈ ലീലാതനൂഹ സുഹൃതസേതുപരീപ്സയേശഃ കാലേ ദധൽ സ ഭഗവാൻ മമ കേന തുഷ്യൽ അർച്ചിതം പുനരിത്യഃ നാരായണ ജഗൽപദേ ആത്മാനന്ദേന പൂർണ്ണസ്യ കർവാണികിം അൽപക ശ്രീസുക ഉവാച തമാഹ ഭഗവാൻ ഹൃഷ്ടഃ കൃതാസന പരിഗ്രഹ മേഘഗംഭീരയാ വാചാ സസ്മിതം കുരുനന്ദന ശ്രീഭഗവാനുവാച നരേന്ദ്രയാജ്ഞാകവിഭിർവിഗരിഹിതരാജനിബന്ധോർനിജധർമ്മവർത്തിന തഥാപി ആചേതവ സൗഹൃദേച്ഛയാ കന്യാം ത്വദീയം നഹി ശുൽക്കതാ വയം രാജോവാച കോന്യസ്തേഭ്യധികോ നാഥ കന്യാവരി ഹേപ്സിത ഗുണൈകധാം യസ്യാംഗേ ശ്രീരവസത്യനപായിനി കിം ത്വസ്മാഭികൃതപൂർവം സമയസാത്വതരിഷഭ പുംസാം വീരപരീക്ഷാർത്ഥം കന്യാവരപരീപ്സയാ സപ്തൈതേകോ വൃഷാ വീരദുർദാന്തദുർവഗ്രഹാഃ ഏതൈർഭഗ്നാ ആസ്വ ബഹവോ ഭിന്നഗാത്ര നൃപാത്മജാഃ യദി മേ നിഗൃഹീതാ ആസ്യുസ്ത്വയൈവ യദുനന്ദന വരോ ഭവാനഭിമതോ ദുഹിതുർമേ ശ്രയപ്പദേ ഏവം സമയമാകർണ്യ ബദ്ധ്വാ പരികരം പ്രഭുഃ ആത്മാനം സപ്തഥാ കൃത്വാ ന്യഗൃഹാ ലീലയൈവ താൻ ബദ്ധ്വാ താൻ താമഭിസൗരിഃ ഭഗ്നദർപ്പണഹതൗജസ വ്യഗരിഷി ലീലയാ ബദ്ധാൻ ബാലോ ദാരുമയാൻ യഥാ. ഇതുവരെ ഈ രുക്മിണിയും കൃഷ്ണനും തമ്മിൽ പരസ്പരം കണ്ടിട്ടില്ല, യാതൊരു വിവരങ്ങളും കൈമാറിയിട്ടുമില്ല. അങ്ങനെയുള്ള ഇതുവരെ പരിചയമില്ലാത്തൊരു പുരുഷന്
അങ്ങയുടെ ഗുണഗണങ്ങളൊക്കെ ഞാൻ കേട്ട് അങ്ങയിൽ ആസക്തനാണ്, ഞാൻ അങ്ങയെ ഭർത്താവായി വരിച്ചു, എന്നെ സ്വീകരിക്കണം എന്ന് ഒരു സ്ത്രീ ഒരു എഴുത്തുമായിട്ട് പുരുഷനെ സമീപിക്കുമ്പോൾ ആ പുരുഷൻ വിചാരിക്കില്ലേ, അല്ലെങ്കിൽ കൃഷ്ണൻ വിചാരിക്കില്ലേ, ഇതെന്തൊരു കുട്ടിയത്, ആഭിജാത്യവും സംസ്കാരവും കുലമഹിമയൊക്കെ ഉള്ളതായ കുലസ്ത്രീകൾക്ക് ചേർന്നതാണോ അത്? അല്ലല്ലോ എന്ന് ഭഗവാന് തോന്നിയാലോ? ആണെങ്കിൽ അങ്ങനെ തോന്നിയാൽ അതിന് മറുപടിയായി എന്തുകൊണ്ട് ഭഗവാനിൽ ഞാൻ ആകൃഷ്ടയായി ഭഗവാൻ ഈ സന്ദേശവുമായി ഞാൻ സമീപിക്കണു എന്ന് എഴുതി. കാത്വാ മുകുന്ദ മഹതീ കുലശീലരൂപവിദ്യാവയോ ദ്രവിണദാമഭിരാത്മതുല്യം ധീരാപതിം കുലപതി ന വൃണീത കന്യാ കാലേ നൃസിംഹ നരലോകമനോഭിരാമം. ദേവി ചോദിക്കുകയാണ്, ഭഗവാനെ, വിവാഹപ്രായമായ ഏതൊരു കന്യകയാണ് ഏറ്റവും യോഗ്യനായ ഒരു ഭർത്താവിനെ കിട്ടണമെന്ന് മോഹിക്കാണ്ടിരിക്കുക? കേമനായ ഭർത്താവിനെ വേണമെന്നല്ലേ വിചാരിക്കുക? പഠിപ്പ് നല്ലോണം ഉണ്ടാവണം, നല്ല ശമ്പളം ഉണ്ടാവണം, പൈസ ഉണ്ടാവണം, നല്ല സൗന്ദര്യം ഉണ്ടാവണം, നല്ല ബുദ്ധിശക്തി ഉണ്ടാവണം, നല്ല പേരും പ്രമേയുണ്ടാവണം, നല്ല തറവാട്ടി പിറന്ന ആളാവണം, ഇങ്ങനെ എല്ലാത്തിലും നല്ല 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 കേമനാവണം എന്നല്ലേ വിചാരിക്കുക? ദേവി ചോദിക്കുക, പ്രായം കൊണ്ട് സമത്വം വേണം, പണം കൊണ്ട് സമത്വം വേണം, സൗന്ദര്യം കൊണ്ട് സമത്വം വേണം, വിദ്യാഭ്യാസം കൊണ്ട് വേണം, തറവാട് മഹിമ കൊണ്ട് വേണം, ഇതെല്ലാം കൊണ്ടും കൃഷ്ണന് തുല്യനായിട്ട് ഈ ലോകത്തിലൊരാളില്ല. പിന്നെ വേണ്ടേ കൃഷ്ണനേക്കാൾ മേലെ ഉണ്ടാവാൻ? ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന പുരുഷന്മാരിൽ എല്ലാ യോഗ്യതകളും നിറഞ്ഞ് കുലമഹിമ, സ്വഭാവഗുണങ്ങൾ, സൗന്ദര്യം, വിദ്യാഭ്യാസം, പ്രായം, സമ്പത്ത് എന്നീ ഇത്യാദികളെ കൊണ്ട് ഭഗവാൻ കൃഷ്ണന് സമനായി പോലും ഈ ലോകത്തിലൊരാളുമില്ല. പിന്നെ വേണ്ടേ ഭഗവാനേക്കാൾ മേലെ ഒരാളില്ല എന്ന് പറയേണ്ടതുണ്ടോ? അങ്ങനെയുള്ള അവിടുത്തെ ഗുണഗണങ്ങളും മഹിമകളും കേൾക്കാനിട വന്ന വിവാഹം കഴിക്കാൻ തയ്യാറുള്ള ഏതൊരു കന്യകയാണ് ഇങ്ങനെയുള്ള ഒരാളെല്ലാണ്ട് വേറൊരാളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുമോ? ഇല്ല. അപ്പം എൻ്റെ കുഴപ്പം കൊണ്ടല്ല ഞാൻ അവിടുത്തെ ഗുണഗണങ്ങളാൽ ആകൃഷ്ടയായത്. ആരും അങ്ങനെയുള്ള അങ്ങയുടെ ഗുണങ്ങൾ കേട്ടാൽ ആകർഷിക്കാണ്ടും മോഹിക്കാണ്ടിരിക്കില്ല. ഓ, ഇപ്പം ദേവിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഭഗവാൻ വായിക്കുമ്പോൾ ഭഗവാൻ തോന്നും, ആ ശരിയാട്ടോ, ദേവി പറഞ്ഞു ശരിയാ, എൻ്റെ ഗുണഗണങ്ങൾ അങ്ങനെയാണ്, അത് പാടി നടക്കാൻ നാരദനെ പോലെ മഹർഷിമാരൊക്കെ ഉണ്ടേനും ശരി. പക്ഷേ അപ്പം ഭഗവാൻ തോന്നാലോ, ശരി അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ എനിക്കുണ്ട്, അതൊക്കെ കേട്ട ആരും ഈ ലോകത്തിലെ വിട്ടിട്ട് എന്നെ തന്നെ ആശ്രയിക്കുള്ളൂ, അതുകൊണ്ട് നീ എന്നെ മോഹിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ അങ്ങനെയാണെങ്കിലും അതിനൊരു സമ്പ്രദായമൊക്കെ ഇല്ലേ എന്ന്. കല്യാണ പെണ്ണ് തന്നെ ചെറുക്കന്, പരിചയമില്ലാത്ത ചെറുക്കന്, ഞാൻ അങ്ങയുടെ ഗുണഗണങ്ങളൊക്കെ കേട്ടു, അങ്ങയെ ഞാൻ എനിക്ക് അങ്ങേ ഇഷ്ടമാണ്, അതുകൊണ്ട് അങ്ങ് എന്നെ വന്ന് വിവാഹം കഴിച്ചു കൊണ്ടുപോകണം എന്ന് ഒരു കന്യക അങ്ങനെ ആ പുരുഷൻ്റെ എഴുത്തൊക്കെ ആയിട്ട് പോണൊരു സമ്പ്രദായം നല്ല കുടുംബത്തിൽ പിറന്നവർക്ക് ചേർന്നതല്ലല്ലോ. പിന്നെന്താ നീ ഇങ്ങനെ ചെയ്യണത് എന്ന് ഒരു പക്ഷേ ഭഗവാന് തോന്നിയാലോ? ഉടനെ രുക്മിണി തൻ്റെ ഭാഗം ക്ലിയറാക്കണമല്ലോ. ഉടനെ രുക്മിണി അടുത്ത വരിയിൽ എഴുതി, ഭഗവാനെ, എനിക്ക് അറിയാണ്ടല്ല അത്, പക്ഷേ അവിടുത്തെ ഗുണഗണങ്ങളും മഹിമകളും നല്ലോണം അറിഞ്ഞ് അവിടുത്തെ ആശ്രയിച്ചവളായ എന്നെ അവിടുത്തെ ഭക്തനായ എൻ്റെ അച്ഛൻ അമ്മയും അങ്ങേക്ക് വിവാഹം ധരിച്ചു തരാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അവിടത്തേക്ക് അറിയാലോ, അവിടുത്തെ ശത്രുവായി കാണുന്നവരാണ് എൻ്റെ സഹോദരങ്ങൾ. അതിൽ പ്രത്യേകിച്ചും വലിയേട്ടൻ രുക്മി അങ്ങേ എതിർത്തിരിക്കണു. ഏട്ടൻ ജീവനോടിരിക്കണ്ടെങ്കിൽ എന്നെ അങ്ങേക്ക് വിവാഹം കഴിച്ചു തരാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് അവസാനം എന്താ ചെയ്തിരിക്കുന്നത്? അവിടത്തെ എന്നും ദ്വേഷിച്ചുകൊണ്ട് അവിടുത്തെ ശത്രുവായി കാണുന്ന ആ ശിശുപാലനെ എന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുക ഭഗവാനെ. ഈ അവസ്ഥയിലാണ് ധർമ്മസങ്കടത്തിൽ ഞാൻ അവിടുത്തെ ഈ സന്ദേശവുമായി സമീപിക്കണമെന്ന്. ഭഗവാനെ, അവിടുത്തെ മഹിമ എവിടെ? ഈ നിസ്സാരനായ ശിശുപാലൻ്റെ മഹത്വം എന്താ? ഒന്നുമില്ല. അവനെവിടെ? ഭഗവാൻ എവിടെ? ഇവനെവിടെ? ഗോമായിവൻ മൃഗപതേർ വലി അംബുജാക്ഷ. അവിടുന്ന് ആ കാട്ടിലെ സിംഹമാണെങ്കിൽ ആ സിംഹത്തിൻ്റെ ശബ്ദം കേട്ടാൽ പേടിച്ച് കൂട്ടിലൊളിക്കുന്ന കുറുക്കന് സമമാണ് ഈ ശിശുപാലൻ. ശിശുപാലനെ കുറുക്കനോടെ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അവിടുന്ന് പുരുഷ കേസരി, മനസ്സിലായോ? അങ്ങനെയുള്ള ഭഗവാനെ അവിടുന്ന് എന്നെ സ്വീകരിക്കണം. മാത്രമല്ല, ഞാൻ അവിടുത്തെ അംശമാണ്, ഞാൻ അവിടുത്തെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് അവിടത്തേക്ക് പൂർണ്ണമായി സമർപ്പിച്ച അവിടുത്തെ അവകാശമാണ് ഞാൻ. എന്നെ അവിടുന്ന് കൊണ്ടുപോകണം. സിംഹം തൻ്റെ അവകാശത്തെ എങ്ങനെ കൊണ്ടുപോകണം? സിംഹം തൻ്റെ അവകാശത്തെ കുറുക്കന്മാർ ചുറ്റിയിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചാടി വീണ് തൻ്റെ അവകാശത്തെ ആ സിംഹം എടുത്തുകൊണ്ട് പോണ പോലെ
ഈ ദുഷ്ടക്ഷത്രിയന്മാരാകുന്ന കുറുക്കന്മാരെ നടുക്ക് അവിടുന്ന് സൈന്യസമേതനായി വന്ന് അവരെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവിടുത്തെ പരാക്രമം ലോകത്തിൽ പ്രകാശിപ്പിച്ച് എന്നെ അപഹരിച്ചു കൊണ്ടുപോകണം രാക്ഷസവിധി പ്രകാരം. അത് അന്നത്തെ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ്. രാജാക്കന്മാരെ തോൽപ്പിച്ച് കന്യയെ അപഹരിച്ചു കൊണ്ടുപോകാം. അങ്ങനെ വേണം. അപ്പോൾ ഭഗവാനും കുഴപ്പമില്ലല്ലോ, ദേവിക്കും കുഴപ്പമില്ല. പക്ഷേ അങ്ങനെ വെറുതെ മോഹിച്ചുകൊണ്ട് കിട്ടണ വസ്തുവാണോ ഭഗവാൻ? ഏതെങ്കിലും ഒരു പുരുഷനെ കല്യാണം കഴിക്കാൻ വെച്ചാൽ അതുപോലെയല്ലല്ലോ ഇപ്പോൾ കൃഷ്ണനെ വിവാഹം കഴിക്കുന്നത്. കൃഷ്ണൻ സർവേശ്വരനല്ലേ. ആ ഭഗവാനെ ഭർത്താവായി കിട്ടണമെങ്കിൽ എന്താ വേണ്ട യോഗ്യത? അത്ര പുണ്യം വേണേ. ഞാൻ ഈ ജന്മത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, ദാനം ചെയ്തിട്ടുണ്ട്, മഹാത്മാക്കളെ സേവിച്ചിട്ടുണ്ട്, അമ്പലത്തിൽ പോയിട്ടുണ്ട്, നാമം ജപിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ ജന്മത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെയുള്ള പൂർത്തേഷ്ടദത്ത നിയമവ്രത ദേവവിപ്ര ഗുരുവർച്ചനാധിപരലം ഭഗവാൻ പരേശ. അങ്ങനെയുള്ള ആ പുണ്യകർമ്മങ്ങളെ കൊണ്ട് ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട് എന്ന് വരികിൽ ഭഗവാനെ ആ പുണ്യത്തിൻ്റെ പേരിൽ ഈ ശിശുപാലാദികൾ സ്പർശിക്കും മുമ്പേ അവിടുത്തെ അവകാശമായ എന്നെ സിംഹം കുറുക്കന്മാരുടേന്ന് സിംഹത്തിൻ്റെ അവകാശം കൊണ്ടുപോകും കണക്കെ എന്നെ വന്ന് സ്വീകരിച്ചു കൊണ്ടുപോകണമേ എന്നാണ് പ്രാർത്ഥന.